ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഖമാണല്ലോ എല്ലാവർക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസ്. ഇത് നിങ്ങൾക്ക് ലഞ്ചിൽ കുട്ടികൾക്ക് കൊടുത്തു വിടാം, ഓഫീസിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ വൺ പോട്ട് മീലായിട്ട് ഡിന്നറിന് വേണ്ടിയിട്ടോ ലഞ്ചിന് വേണ്ടിയിട്ടോ വീട്ടിലുണ്ടാക്കാം. ഇതിൽ നമുക്ക് വേണ്ടത് നല്ല ചുമചുമാനുള്ള തക്കാളി ഒരു 5-6 പിന്നെ ഞാൻ 1 ഗ്ലാസ് ബാസ്മതി റൈസ്, വൈറ്റ് റൈസ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിനെ എടുത്തിട്ടുണ്ട് ഫ്രഷ് പട്ടാണി, ഫ്രഷ് ഗ്രീൻ പീസ്. ഫ്രഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രോസൺ പട്ടാണി എടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ട് 3 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 5-6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 2 വെളുത്തുള്ളി ജസ്റ്റ് തൊലി കളഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചത്, സവാള 4 സവാള അരിഞ്ഞു വെച്ചത്, പിന്നെ ഇച്ചിരി മല്ലിയില. സോ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര രുചിയായിട്ട്, ടേസ്റ്റി, ടാങ്കി ആയിട്ട് അടിപൊളിയായിരിക്കും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്ത് പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ചീൻചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എണ്ണ ചൂടായതുടൻ ഈ 2 ബേ ലീവ്സ്, പിന്നെ ഇച്ചിരി കറുവാപ്പട്ട, 2 ഗ്രാമ്പ്, 2 ഏലക്ക ഇട്ടു. ഈ ബേ ലീഫിനെ മലയാളത്തിൽ എന്താ പറയണതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് സെക്ഷനിലൊന്ന് എഴുതി പറയാമോ അതിന് എന്താ പറയണതെന്ന്. ഇപ്പം ഞാനതിനകത്ത് 4 സവാള അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പം ഞാൻ വെളുത്തുള്ളിയുടെ അല്ലികൾ, ഈ നമ്മുടെ നാടൻ വെളുത്തുള്ളി ആയതുകൊണ്ട് അതുപോലെ ഞാൻ ഇടുന്നു. നിങ്ങൾ ഈ അല്ലിയുള്ള വെളുത്തുള്ളിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ കൊത്തരിഞ്ഞിടാം. പിന്നെ 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത് തിന്നായിട്ട് ലോങ് സ്ലൈസസ് അങ്ങനെയാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞിടാം. ഇതിനെ ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഈ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി നല്ലപോലെ ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത് പച്ചമുളക്. ഒരു 6 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്. ഇത് 3 ക്യാരറ്റ് ഉണ്ട്. 3 ക്യാരറ്റ് അരിഞ്ഞത് ചെറുതായിട്ട്. നിങ്ങളുടെ കയ്യിൽ ബീൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീൻസും ചെറുതായിട്ട് അരിഞ്ഞത് ഇടാം. പിന്നെ ഇത് പട്ടാണി, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫ്രഷ് പട്ടാണിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഫ്രഷ് പട്ടാണി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രോസൺ പട്ടാണി ഇച്ചിരി ഗ്രീൻ പീസ് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ച് പിന്നെ വെള്ളം കളഞ്ഞിട്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾക്ക് ഇച്ചിരി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കൂടുതൽ സമയം എടുക്കില്ല, കാരണം ചെറുതായിട്ട് അരിഞ്ഞ കാരണം പെട്ടെന്നാവും. ഒരു 5 മിനിറ്റ് സമയത്തേക്ക് ഇതൊന്ന് അടിച്ച് വയ്ക്കാം, അത്രയും മതി. ഇനിയിപ്പോൾ ഞാനിതിനകത്ത് മസാലകൾ ഇടുവാണ്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിനകത്ത് ഞാൻ ഇടുന്നത് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. കാര്യം ഞാൻ പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ എരിവിന്. അപ്പോൾ കുറച്ചും കൂടി നിറം ചേർക്കാനായിട്ട് ഇച്ചിരി കാശ്മീരി മിർച്ചി പൗഡറാണ് ഇട്ടിരിക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലൊരു കളർഫുള്ളായിട്ടൊരു ഡിഷാണ്. ഇപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ തക്കാളി. തക്കാളി 6 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തക്കാളി നല്ലപോലെ ഇതിനകത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് തക്കാളി ഇടുക. കാരണം ഇത് ടൊമാറ്റോ റൈസ് ആണല്ലോ, അപ്പോൾ ടൊമാറ്റോ ആണല്ലോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നല്ലപോലെ തക്കാളി ഇടുക. അപ്പോഴേ അത് നല്ല ജ്യൂസി ആയിട്ട്, നല്ല ടാങ്കി, നല്ല ഫ്ലേവർഫുള്ളായിട്ട് ഇരിക്കും. ഇതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്നാവും, കാര്യം എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ കാരണം പെട്ടെന്നാവും. ഒരു 5 മിനിറ്റ് സമയത്തേക്ക് ഞാനത് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളുടെ തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഞാനിപ്പോൾ 1 ഗ്ലാസ് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന റൈസ്, ബാസ്മതി റൈസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് പച്ചരി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ 2 സ്പൂൺ ഉപ്പാണ് ഇടുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പിടാം ഇതിനകത്ത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 5 to 8 മിനിറ്റ്സ്, ഒരു 5 മിനിറ്റ് അത് നല്ലപോലെ അതിനെ മിക്സ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഈ മസാല അല്ല ഈ അരിക്കകത്ത് നല്ലപോലെ പിടിക്കണം. എന്നിട്ട് ഈ അരി നല്ലപോലെ ഫ്രൈ ആവണം. ആ മസാലയ്ക്കകത്ത് ഫ്രൈ ആയാൽ നിങ്ങളുടെ ടൊമാറ്റോ റൈസ് ബിരിയാണി പോലെ വരും. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇങ്ങനെ വേറെ ആയിട്ട് അടിപൊളിയായിട്ടിരിക്കും, കുഴഞ്ഞു പോകത്തില്ല. കണ്ടോ? സോ ഇതുപോലെ ഞാനൊരു 5 to 8 മിനിറ്റ്സ് നല്ലപോലെ അതിനെ ഇതിനകത്ത് വരട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് നല്ല മസാല ഒക്കെ പിടിച്ച് സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഒഴിക്കുന്നു 2 കപ്പ് വെള്ളം. ഞാൻ 1 കപ്പ് റൈസ് എടുത്ത കാരണം ഞാൻ ഇതിനകത്ത് 2 കപ്പ് വെള്ളം ഒഴിക്കുന്നു. അപ്പോൾ ഏത് അളവിലാണ് നിങ്ങൾ റൈസ് എടുത്തിരിക്കുന്നത്, അരി എടുത്തിരിക്കുന്നത്, അതിന് ഇരട്ടി വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇപ്പോൾ ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 8 മിനിറ്റ് സിമ്മിൽ ചെറിയ തീയാക്കിയിട്ട് അടിച്ച് വെച്ചാൽ മതി. ഇതുവരെ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തത്. ഇനിയിപ്പോൾ ചെറിയ ഒരു തീയാക്കിയിട്ട് ഒരു 8 മിനിറ്റ് അടച്ച് വയ്ക്കും.
അപ്പോഴത്തേക്ക് നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡിയാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിനകത്തും ഉണ്ടാക്കാം. കുക്കറിനകത്ത് ഉണ്ടാക്കുവാണെങ്കിൽ ഒരു വിസിൽ കൊടുത്താൽ മതി, റെഡിയാവും. ഇതാ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡിയായിട്ടുണ്ട്. ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നു. നെയ്യ് ഇടുമ്പോൾ അതിൻ്റെ ആ രുചിയും മണവും നെക്സ്റ്റ് ലെവലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ലാസ്റ്റിൽ മല്ലിയില, അതെ, അപ്പോൾ നല്ലപോലെ മല്ലിയില ഇട്ടു, മിക്സ് ചെയ്തു. ഇതേ കണ്ടോ, നമ്മുടെ തക്കാളി റൈസ് റെഡിയായി. ആഹാ, ഇനി ഇതിനെ പപ്പടത്തിൻ്റെ കൂടോ ചിപ്സിൻ്റെ കൂടോ തൈര് സലാദിൻ്റെ കൂടെ കഴിക്കാം. ഉണ്ടാക്കിയിട്ട് പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എന്നിട്ട് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. കമൻറ്റ് ചെയ്ത് പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട്. താങ്ക് യു.